ഹലോ ഗായ്സ്, നോമ്പുള്ളൊരു വർക്കിംഗ് ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റമദാൻ 2 നോമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ക്ഷീണവും കാര്യങ്ങളുണ്ട്. എന്നാലും നമ്മൾ വർക്കിൻ്റെ ഇടയിലായതുകൊണ്ട് അതൊന്നും അറിയണില്ല. ഞാൻ നോമ്പിൻ്റെ ഏകദേശം പകുതി മുക്കാൽ സമയവും ഫാർമസിയിലാണ് ഉണ്ടാവുക. അപ്പോൾ അവിടെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഉണ്ടാകുമ്പോൾ നല്ല രസമാണ്. പിന്നെ കസ്റ്റമേഴ്സിൻ്റെ തിരക്കും ഒക്കെ പാടാവുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ടൈം പോകും. എനിക്ക് വർക്കിംഗ് ടൈമിൽ ചെറിയൊരു മാറ്റമുണ്ട്. കുറച്ച് നേരത്തെ വന്നിട്ട് നേരത്തെ പോവാം. 8:45 വന്നു കഴിഞ്ഞാൽ എനിക്ക് 4 മണിയാകുമ്പോൾ തിരിച്ച് പോരാം. അപ്പോൾ ഞാൻ വർക്കൊക്കെ കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോണ വഴിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഡേ കെയറിൽ നിന്ന് ആരെയും കൂട്ടി വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ എന്നെ പെട്ടെന്ന് കിച്ചണിൽ കയറി കഴിഞ്ഞിട്ട് നോമ്പ് തുറക്കുമ്പോഴത്തേനുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കണം. ഇന്ന് കട്ട്ലേറ്റ് ഉണ്ടാക്കാനാണ് എൻ്റെ പരിപാടി. പിന്നെ പത്തിരിക്കുള്ള ഇത് ഞാൻ പരത്തി തലേന്ന് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പത്തിരി ഒന്ന് ചുട്ടെടുക്കണം. കറി പിന്നെ തലേന്ന് തന്നെ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പം കട്ട്ലേറ്റിനുള്ള മസാല റെഡിയാക്കി എടുക്കണം. എത്ര പെട്ടെന്ന് ടൈം 4 മണിക്ക് എത്തിക്കണമെങ്കിൽ നമ്മളെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ കയറി ഫുഡ് ഉണ്ടാക്കി തുടങ്ങുമ്പോൾ തന്നെ കുറേ ടൈമാവും. പിന്നെ ഞാൻ ഈ പാലെടുത്തിട്ടുള്ളത് സർബത്ത് ഉണ്ടാക്കാനാണ്. അപ്പോൾ അതിന് റോസ് സിറപ്പും ഇതേപോലെ തന്നെ തണ്ണിമത്തനും വേണം. പിന്നെ നമുക്ക് കസ്കസോ അല്ലെങ്കിൽ ചിയാസീഡോ എന്തെങ്കിലുമൊക്കെ വേണം. 2 സാധനം എൻ്റെ അടുത്ത് സ്റ്റോക്കില്ലാത്തതുകൊണ്ട് അത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അതില്ലെങ്കിലും ഇത് സെറ്റാണ്. നമുക്ക് അത്യാവശ്യം ഒരു ഇപ്പോൾ നോമ്പിന് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം കൂടിയാണല്ലോ. ഞാൻ സിറപ്പ് ഓൾറെഡി എൻ്റെ അടുത്ത് മേടിച്ച് വെച്ചിരുന്നു. അത് സിറപ്പും കൂടി ഉണ്ടെങ്കിലാണ് അതിൻ്റെ ഒരു പൂർണ്ണത വരിക. അപ്പോൾ അതും പിന്നെ അതിൽ തന്നെ അത്യാവശ്യം മധുരമുണ്ട്. പഞ്ചസാര നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പം പിന്നെ നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള തണ്ണിമത്തനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അപ്പുറത്ത് കട്ട്ലേറ്റിനുള്ള പരിപാടി നോക്കണം. അതിൻ്റെ ഇടയിൽ ഇതുണ്ടാക്കണം. പിന്നെ പറ്റുന്ന പോലെയൊക്കെ ഫ്രൂട്ട്സും കട്ട് ചെയ്ത് റെഡിയാക്കിയൊക്കെ സെറ്റാക്കി. അപ്പോൾ ഏകദേശം ഷേപ്പൊന്നും ഞാൻ നോക്കിയിട്ടില്ല. പെട്ടെന്നായതുകൊണ്ട് തന്നെ പറ്റുന്ന രീതിയിലൊക്കെ ഷേപ്പാക്കി എടുത്തു. കുറച്ച് ഫ്രൂട്ട്സും കട്ട് ചെയ്തെടുത്തു. പിന്നെ എനിക്ക് ഒരു കട്ട്ലേറ്റ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ പതഞ്ഞ് വരുന്ന പരിപാടി തീരെ ഇഷ്ടമല്ല. പക്ഷെ എങ്കിലും കട്ട്ലേറ്റിൽ നമ്മൾ മുട്ടൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് ഇതെങ്ങനെ ആയാലും ഇതിങ്ങനെ ആവും. പക്ഷെ എന്നാലും സംഗതി സെറ്റായിട്ടുണ്ട്. അങ്ങനെ കട്ട്ലേറ്റും അതിൻ്റെ ഇടയിൽ കൂടെ പെട്ടെന്ന് തന്നെ ഞാനൊരു മയോണൈസ് ഉണ്ടാക്കിന്. അപ്പം അങ്ങനെ എല്ലാം കൂടി ഏകദേശം ബാങ്ക് കൊടുക്കാനായപ്പോൾ നമ്മൾ ടേബിൾമേക്ക് സെറ്റായി വന്നു. ഇതിന് കളറ് കുറച്ച് കൂടിയതാണോ പാല് കുറച്ച് കുറവായതാണോ എന്താണെന്നറിയില്ല. സംഭവം ടേസ്റ്റ് ഉണ്ടായിന്, കളറ് കുറച്ച് കൂടി. കട്ട വെയിറ്റിംഗ് ആണ് രണ്ടാളും ബാങ്ക് കൊടുത്താൽ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.